പ്രിയ സുഹൃത്തുക്കളെ, ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസമായിട്ട് നമ്മളെല്ലാം ന്യൂസിൽ ആലപ്പുഴയിൽ മെഡിക്കൽ കോളേജിൽ ഒരു 5 വർഷം മുമ്പും കണ്ട് ഒരു ഓപ്പറേഷൻ ചെയ്തിട്ട് ഒരു സ്ത്രീയുടെ വയറ്റിൽ എന്താ പറയണ ഓപ്പറേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്രികയും കണ്ടെന്ന് പറയുന്നു. ഇതൊക്കെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത ഗുരുതരമായ കൃത്യവിലോപമാണ്. അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണെന്നൊക്കെ നമുക്കറിയില്ല. സാധാരണക്കാരാണ്. ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു ഡോക്ടർ മാത്രമായിരിക്കില്ലല്ലോ ഓപ്പറേഷൻ ചെയ്യണേ. മെയിനായിട്ട് ഡോക്ടർ ഉണ്ടാവും, അസിസ്റ്റൻറ്റുമാരുണ്ടാവും, നേഴ്സുമാരുണ്ടാവും, പിന്നെ അതിൻ്റെ ടൂൾസും കാര്യങ്ങൾക്കൊക്കെ എടുത്തു കൊടുക്കാനും ആൾക്കാരൊക്കെ ഉണ്ടാവും. സാധാരണക്കാരായ നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അതിൻ്റെ പ്രൊസീജിയർ കൃത്യമായിട്ട് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഈ പറയണ അവിടെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്കൊക്കെ എണ്ണവും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, സർക്കാർ ആശുപത്രിയല്ലേ. അപ്പോൾ അത് ആരാണ് വീഴ്ച വരുത്തിയേക്കണ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്ക് തക്കതായ ശിക്ഷ നൽകണം. അല്ലാണ്ട് ആ കത്രിക അവിടെ ഇരുന്നുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ആൾക്കാർക്കൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞത് ശരിയാണ്. അതുകൊണ്ടാണല്ലോ അവർ 5 വർഷം ജീവിച്ചിരുന്നത്. അങ്ങനെ പറയണത് കേട്ടു. പക്ഷേ അത് ഒരു ന്യായീകരണമായിട്ട് എടുക്കാൻ പറ്റില്ല. അത് തെറ്റാണ്. അതിൻ്റെ പ്രൊസീജിയർ തെറ്റുണ്ടെങ്കിൽ ആ തെറ്റായ പ്രൊസീജിയർ മാറ്റണം. ഏതായാലും ഈ സർക്കാർ ആശുപത്രികളിൽ, പ്രത്യേകിച്ച് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ കേരളത്തിലുള്ള വലിയ വലിയ മെഡിക്കൽ കോളേജിൽ വരെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ എല്ലാം അതാത് സമയങ്ങളിൽ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ചാനലുകളിലും ന്യൂസുകളിലും ഒക്കെ വരുന്നുണ്ട്. രാഷ്ട്രീയക്കാരെ ആ ചാൻസ് നോക്കിയിട്ട് ഭരണമില്ലാത്തവർ സമരം എടുത്ത് ജനങ്ങളിലെത്തിക്കുന്നുണ്ട്. നല്ല കാര്യമാണ്. മാധ്യമങ്ങൾ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നുണ്ട്, എല്ലാം നല്ല കാര്യമാണ്. പക്ഷേ അവിടെയൊക്കെ നടക്കുന്നതിൻ്റെ 100 ഇരട്ടി പ്രശ്നങ്ങൾ ജനങ്ങൾ പൈസ കൊടുത്ത് പോയി നടക്കുന്ന ഈ പറയുന്ന വലിയ വലിയ പ്രൈവറ്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ നടക്കുന്നുണ്ട്. അത് സാധാരണ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ മുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ വരെയും ഓരോ ദിവസവും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. എന്തോരം ജനങ്ങളുടെ, അതും കാശ് കൊടുത്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നിടത്ത് എത്ര ആൾക്കാരുടെ ജീവനാണ് പോണതെന്നറിയാമോ? ഇത് ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ എന്തുകൊണ്ട് വെളിയിൽ കൊണ്ടുവന്നില്ല? വല്ല 1-2 എണ്ണമൊക്കെ വരാറുണ്ടെങ്കിലും പ്രമുഖ ആശുപത്രി, പ്രമുഖ ഹോസ്പിറ്റലിൽ നിന്നല്ലാണ്ട് ഈ പറയണ ഹോസ്പിറ്റലിൻ്റെ പേരോ അത് ചെയ്ത ഡോക്ടറിൻ്റെ പേരോ ഒന്നും വരാറില്ലല്ലോ. സർക്കാരാണെങ്കിൽ എല്ലാം കൃത്യമായിട്ട് വരും. 2-3 ദിവസം ചാനൽ ചർച്ച ചെയ്യും. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അതിൻ്റെ 100 മടങ്ങ് പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്. ഓരോ ദിവസവും ആൾക്കാർ മരിക്കുന്നുണ്ട്. പക്ഷേ ഒരു ന്യൂസ് പോലും വരാറില്ല. വന്നാൽ തന്നെ ഈ പറയുന്ന ഹോസ്പിറ്റലിൻ്റെ പേരും പറയില്ല, ഒന്നും പറയത്തില്ല. അപ്പം അതിനും കൂടി കുറച്ച് ആത്മാർത്ഥത കാണിക്കണം. അതുപോലെ തന്നെ സമരം ചെയ്യുന്ന രാഷ്ട്രീയക്കാർ ഈ പറയുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ മുമ്പിലും പോയിട്ട് സമരം എടുക്കാൻ ധൈര്യം കാണിക്കണം. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സമരം എടുക്കുന്നത് ഭരണമില്ലാത്ത പ്രതിപക്ഷമായിരിക്കും. ആ പ്രതിപക്ഷത്തിനെയും അതുപോലെ തന്നെ ഭരിക്കുന്ന പാർട്ടിനെയും വെല്ലുവിളിക്കണേണ്. നിങ്ങൾക്ക് എന്താ പറയണ ആത്മാർത്ഥതയോ അല്ലെങ്കിൽ ഒറ്റത്തന്തക്ക് പിറന്നതാണെങ്കിൽ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ പോയിട്ട് സമരം കൊടുക്കാനായിട്ട് ആത്മാർത്ഥത കാണിക്കണം. അല്ലാണ്ട് സർക്കാർ സ്ഥാപനങ്ങളിൽ മാത്രം വെക്കിട്ടരുത്. അതുപോലെ തന്നെ ഈ മാധ്യമങ്ങളും അതുപോലെ തന്നെ അതൊക്കെ പുറത്തു കൊണ്ടുവരണം. സർക്കാർ ആശുപത്രിയിൽ 100 ഇരട്ടി ആൾക്കാരാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ, അതും നാട്ടുകാരുടെ കാശും വാങ്ങിച്ചിട്ട് കൊന്നുകളയണേ, കൃത്യവിലോപം കാണിച്ചിട്ട്. അത് ഒറ്റ ഒരുത്തിനും വാർത്തയും കൊടുക്കില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും പോയിട്ട് അതിനെതിരെ സമരം എടുക്കില്ല. കുടുംബക്കാർ അതിനെതിരെ കേസിന് പോയി കഴിഞ്ഞാൽ പോലീസുകാരെ അതിനെ സപ്പോർട്ടും ചെയ്യില്ല. എൻ്റെ കുടുംബത്തിൽ എനിക്ക് നേരിട്ട് അനുഭവമുണ്ട്. ഇതിനെതിരെ പ്രതികരിക്കാനുള്ള ആർജവം കേരളത്തിലുള്ള എല്ലാ മാധ്യമങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളും എടുക്കണമെന്ന് ഈ അവസരത്തിൽ ദയവായി അഭ്യർത്ഥിക്കണേന്. താങ്ക് യു വെരി മച്ച്.